നമ്മുടെ സുനാമിയുടെ സമയമുണ്ടായിരുന്നു. അപ്പോൾ സുനാമിക്ക് ശേഷം വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട്, ഏറ്റവും അധികം സുനാമിയിൽ മരിച്ചത് സ്ത്രീകളാണ് എന്ന റിപ്പോർട്ടാണ്. വലിയ തിരയടിച്ച് സ്ത്രീകളൊക്കെ കടലിലേക്ക് ഒഴുകിപ്പോയ സ്ത്രീകൾ തിര ഒടുങ്ങി കടലിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുമ്പോൾ അവർ പെട്ടെന്ന് നോക്കുമ്പോൾ അവരുടെ ദേഹത്ത് വസ്ത്രമില്ല, അല്ലെങ്കിൽ വസ്ത്രം മാറിയിരിക്കുന്നു. അവർ ആ കടലിലേക്ക് തന്നെ മുങ്ങുകയും അടുത്ത തിര അവരെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാണ് ആ സ്റ്റഡി റിപ്പോർട്ട് വന്നത്. ഈ സുനാമിക്ക് ശേഷം, അന്ന് പത്രപ്രവർത്തകനായിരിക്കുന്ന കാലമാണ്, സുനാമിക്ക് ശേഷം ഞങ്ങളൊരു ട്രെയിനി ജേർണലിസ്റ്റുകളൊക്കെ ഇരിക്കുന്ന കാലത്ത് ഈ സുനാമി നടന്ന പ്രദേശങ്ങളിൽ യാത്ര ചെയ്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ ധാരാളം ഭക്ഷണം, വസ്ത്രം തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ അവിടെ എത്തുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഞങ്ങളോടൊരു കാര്യവും പറയാനല്ല, ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നില്ല, പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നില്ല. ഏറ്റവും അവസാനം സ്ത്രീകളായ ആളുകൾ വന്നപ്പോൾ മാത്രം അവർ വിളിച്ചു മാറ്റി, വളരെ ദൂരേക്ക് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടത് സാനിറ്ററി നാപ്കിനാണ് എന്ന് പറഞ്ഞു. അത് വെച്ചാൽ ഈ തിരമാല അടിക്കുകയും തിരമാല അടിച്ച് അവരുടെ വജീനയിലടക്കം മണൽ കയറുകയൊക്കെ ചെയ്ത് വളരെ മോശമായിട്ടുള്ളൊരു ആരോഗ്യാവസ്ഥയിലാണ് ഇവർ കഴിയുന്നത്. ഇത് അവരുടെ ഭർത്താക്കന്മാരോട് അവർക്ക് പറയാൻ കഴിയുന്നില്ല, അവരുടെ ചുറ്റുമുള്ള സമൂഹത്തോട് അവർക്ക് പറയാൻ കഴിയുന്നില്ല, അവരെ പരിചരിക്കാൻ വന്ന ഡോക്ടർമാരോട് പറയാൻ കഴിയുന്നില്ല, അവരെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന പത്രക്കാരോട് പറയാൻ കഴിയുന്നില്ല. ആരെങ്കിലും സ്ത്രീകൾ അവരെ കേൾക്കാനുള്ള ആളുകൾ വന്നിരുന്നുവെങ്കിൽ പറയാമായിരുന്നു എന്ന് കരുതി അവരിരിക്കുന്ന ആഴ്ചകൾക്കിടയിൽ പലർക്കും ഇൻഫെക്ഷൻ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഒന്ന്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ കഴിയുന്ന ഒരു ഭാഷയോ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു വ്യവസ്ഥയോ, നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു സമൂഹമോ നമുക്കില്ല എന്നുള്ളത് ഏറ്റവും ആദ്യം നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്.